The Real FM 103.6. ശ്രദ്ധ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണപ്പെട്ട ഒരു കുട്ടിയുടെ പിതാവ് ചികിത്സാ പിഴവിന് കാരണക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരാണെന്ന് ആരോപിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്ന വിപിൻ എന്ന ഡോക്ടറെ കയ്യിൽ കരുതിയ വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ അക്രമകാരിയെ പിടിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയ അത്യാഹിതം തന്നെ സംഭവിക്കുമായിരുന്നു. സമീപകാലത്തായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പോലും ജീവൻ സുരക്ഷിതമാക്കാനാകാത്ത നിലയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹവും ഭരണ സംവിധാനങ്ങളും തകർന്നു പോകുന്നത്? ആരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്? താമരശ്ശേരി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നു. ആദ്യം KGMOA മുൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ചാക്കോയുടെ വാക്കുകളിലേക്ക്. ഗവൺമെന്റ് ആശുപത്രി വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് വെട്ടേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആശുപത്രികളിൽ പല തരക്കാരായ രോഗികൾ വരും. ഈ രോഗികളെല്ലാം നമ്മൾ പരിശോധിക്കണം, നോക്കണം. പക്ഷേ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അത് ഡോക്ടർമാരുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്നത് വളരെ മോശമാണ്. അത്യാവശ്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം, അതിൽ ഒരു സ്റ്റേറ്റ് പോസ്റ്റ് വേണം, അതുപോലെ ട്രയാഡ് സംവിധാനം വേണം. ഇപ്പോൾ അത്യാവശ്യത്തിൽ രോഗികൾ കണ്ടമാനം വരുന്ന സമയത്ത് ആർക്കാണ് ഏറ്റവും അത്യാവശ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു തരംതിരിക്കുന്ന സംവിധാനം ട്രയാഡ് സംവിധാനം. ഡോക്ടർ വന്ദനദാസിന്റെ ആ കൊലപാതകത്തിന് ശേഷം, ആ കൊല്ലത്ത് വെച്ചുണ്ടായ ദാരുണ സംഭവത്തിന് ശേഷം ഇതൊക്കെ നടപ്പാക്കാമെന്ന് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തതാണ്. ഈ പേര് മാറ്റപ്പെട്ട പല താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രി ഇതൊന്നും ഇല്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് മുഴുവൻ വരുന്നത് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ മുകളിലാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡോക്ടറെ വെട്ടി അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്, സ്കൾ ഫ്രാക്ചർ വന്നിട്ടുണ്ട്. സപ്പോസ് ആ വലിയ വടിവാള് കൊണ്ട് ആ വെട്ടൊന്നും മാറിപ്പോയെങ്കിൽ ആ അവസ്ഥ എന്തായാലും. പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അവിടെ ആവശ്യത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്നത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണ്. കാരണം പൊതുജനങ്ങളുടെ ആരോഗ്യം ആശുപത്രികളും പൊതുജനാരോഗ്യ സംവിധാനങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോൾ ഈ സംവിധാനങ്ങൾക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് ഡോക്ടർമാർ ജോലി ചെയ്യേണ്ടി വരിക. ഇന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പിലെ മെജോറിറ്റിയും വനിതാ ഡോക്ടർമാരാണ് ഉള്ളത്. ഇവരൊക്കെ എന്ത് ധൈര്യത്തിലാണ് അത്യാധുനികത്തിലൊക്കെ ജോലി ചെയ്യുക? എന്ത് സുരക്ഷിതത്വ ബോധമാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ സമൂഹം അവർക്ക് കൊടുക്കുന്നത്? അപ്പൊ അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതിപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മീഡിയ എടുത്ത് ആദ്യം 2 ദിവസം കാണിക്കും, പിന്നെ ഇത് മറന്നു, പിന്നെ വീണ്ടും ഇത് ആവർത്തിക്കും. ഒരു ശാശ്വത പരിഹാരം അത്യാവശ്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിലാകെ ഈ വെട്ടുകൊണ്ട ഡോക്ടർക്ക് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല. വെട്ടുകൊണ്ട ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ മെന്റൽ ട്രോമ, മാനസികാവസ്ഥ എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ ആർക്ക് നഷ്ടപ്പെട്ടു? അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. സമൂഹമാണ് ഈ സംവിധാനങ്ങൾ വളർത്തേണ്ടത്. ഈ സംവിധാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി സമൂഹം ഒരിക്കലും മുന്നോട്ടിറങ്ങാൻ പാടില്ല. അതിനെ എല്ലാവരും പിന്തുണച്ചാൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അമീബിക് മെനിഞ്ചൈറ്റിസ് അത് ഈ 2021 ശേഷമാണ് കേരളത്തിൽ ഇത്രയും കൂടുതലായിട്ട് കണ്ടുവന്ന്. ഈ വർഷം അത് വളരെ കൂടുതലായിട്ടുണ്ട്. എന്തുകൊണ്ടത് ഏർലി ഡയഗ്നോസ് ഉള്ള സംവിധാനമൊന്നും നമ്മൾ സാധാ ഗവൺമെന്റ് ആശുപത്രികളിലൊന്നുമില്ല. അത് മെഡിക്കൽ കോളേജ് സെറ്റപ്പിൽ മാത്രമേ ഉള്ള സംവിധാനമുള്ളൂ. അപ്പോൾ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ആദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, ഇത് പകരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഉണ്ടായതിനു ശേഷം അതിനോട് വൈകാരികമായിട്ട് ഡോക്ടർമാരോട് പ്രതികരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. സാമൂഹ്യ നിരീക്ഷകൻ CR നീലകണ്ഠൻ ശ്രദ്ധയോട്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ തന്നെ അമീബിയക് ജ്വരം വന്നിട്ടാണ് ആ കുട്ടി മരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം അമീബിയക് ജ്വരം ഇല്ലായിരുന്നു, ആ വെള്ളത്തിൽ ഇല്ലായിരുന്നു എന്ന് ഏതോ ലബോറട്ടറിയിൽ ടെസ്റ്റ് കണ്ടെത്തിയെന്നും പിന്നീട് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരുന്നപ്പോഴാണ് അത് അമീബിയ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എന്നും ആണ് നമ്മൾ വാർത്തകളിൽ നിന്ന് അറിയുന്നത്. അതെന്താവട്ടെ, ഒന്നാമതായി ഒരു ചികിത്സാ പിഴവിന് ഡോക്ടറെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഡോക്ടറല്ല ഒരു കുട്ടിയെ ചികിത്സിക്കുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഡോക്ടർക്ക് ആ കുട്ടിയുടെ ചികിത്സയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഈ ബന്ധമുണ്ടെങ്കിൽ തന്നെ അത് പരിശോധിക്കേണ്ടത് അതിൻ്റെതായ ബന്ധപ്പെട്ട നിയമപരമായ വഴികളാണ്. അതൊന്നും ചെയ്യാതെ ഒരു അച്ഛൻ എന്ന രൂപത്തിൽ വൈകാരികമായി അതിനെതിരെ വാളെടുക്കുന്നത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഈ കീഴ്വഴക്കം അംഗീകരിച്ചാൽ ഇനിയിപ്പോ നാളെ ഏത് ആശുപത്രിയിലും ഇത്തരത്തിൽ ചെയ്യാൻ കഴിയും. കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു ആശുപത്രിയിൽ
താലൂക്ക് ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയായ ഡോക്ടർ അതിക്രൂരമായ വിധത്തിൽ ഒരാളുടെ ആക്രമണത്തിന് വിധേയമായി. അയാൾ മയക്കുമരുന്നോ മദ്യമോ കഴിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു, അതറിയില്ല, കൊല്ലപ്പെട്ടു. അന്ന് കേരള സർക്കാർ ഒരു നിയമമുണ്ടാക്കി, ഡോക്ടർമാർക്കും ആശുപത്രിക്കും സംരക്ഷണം. തീർച്ചയായും ആ നിയമം ഇവിടെ പ്രയോഗിക്കപ്പെടേണ്ടതാണ്. പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ചികിത്സ പിഴവ് മൂലം മരണം സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടർമാരോ ആശുപത്രിയോ ഏറ്റെടുക്കാറില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. യഥാർത്ഥ ചികിത്സാ പിഴവ് സംഭവിച്ച നൂറുകണക്കിന് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കോഴിക്കോട് തന്നെ ഹർഷീന എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വയറ്റിൽ നിന്ന് കത്രിക കിട്ടി. എന്തായാലും വയറ്റിൽ കത്രിക ഇട്ടത് നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ ആവില്ല, അത് ഡോക്ടർ തന്നെയാണ്. ആ കേസിൽ പോലും ഇപ്പോഴും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. ഇത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ഇത് ഈ സന്ദർഭത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് പറയാതെ പോയിക്കൂടാ. കാരണം നമ്മുടെ വൈദ്യശാസ്ത്ര സംവിധാനം കുറ്റമറ്റതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. കേരളത്തിലെ വൈദ്യശാസ്ത്ര സംവിധാനം വളരെ മുൻപിലുള്ളതാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിലും നൂറുകണക്കിന് കേസുകളിൽ ഇതുപോലെ മരണപ്പെട്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ ഞാൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതിൽ നീതി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ഡോക്ടർമാർ തന്നെയാണ് ഇത് പരിശോധിക്കുന്നത്. ഡോക്ടർമാർ വർഗബോധം വെച്ച് പ്രതികളെ രക്ഷിക്കുകയാണ്. സർക്കാരിനും അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഉള്ളതായി കാണുന്നില്ല. സർക്കാർ ചില ഉറപ്പുകളൊക്കെ കൊടുക്കും, അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ എവിടെയാ കിടക്കുന്നതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഡോക്ടർമാരുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടി ഉണ്ടാവണം. ഡോക്ടറെ ആക്രമിച്ച ആളെ ന്യായമായി ശിക്ഷിക്കണം. അത് പറയുമ്പോൾ തന്നെ അതോടൊപ്പം ഇതുകൂടി പറയുന്നത് ഒരു കാര്യത്തിന്റെ വിഷയം കംപ്ലീറ്റ് ആവാൻ വേണ്ടിയാണ്. അല്ല എങ്കിൽ എന്തെങ്കിലും തരത്തിൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്ന ഡോക്ടർമാരോട് പ്രതികരിക്കുന്ന ആളുകൾ കൂടും, ആശുപത്രി തല്ലിപ്പൊളിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും ഉണ്ടാകാൻ പാടില്ല. ശാന്തമായിരിക്കണം ആശുപത്രി. ഡോക്ടർമാരും ശാസ്ത്രീയമായ പരിശോധനകൾക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾക്കും അവർക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്താനും, ഡോക്ടർ ദൈവമൊന്നും അല്ലല്ലോ, ചിലപ്പോ അവരുടെ സാധാരണ പ്രവൃത്തിയിൽ തന്നെ തെറ്റുപറ്റാം. അങ്ങനെയാണെങ്കിൽ അത് ബോധ്യപ്പെടാനും അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാനും ഒക്കെ സർക്കാർ മുൻകൈ എടുക്കണം. ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇയാൾ ചെയ്തത് പരിപൂർണമായും തെറ്റാണ്. അയാളെ ശിക്ഷിക്കണം. ആ ഡോക്ടറുടെ ജീവൻ, ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണം. രോഗികൾക്കും ഡോക്ടർമാർ ഉൾപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിന്റേത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കൈതാരത്ത്: നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു ആശങ്ക വളരെ അനിയന്ത്രിതമായ വിധത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു തെളിവാണ് താമരശ്ശേരിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു അറിയാനായിട്ടുള്ള വാർത്ത. കുഞ്ഞിനോടുള്ള വാത്സല്യം പ്രകടിപ്പിച്ചതാണ് പിതാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അല്ലെങ്കിൽ ഡോക്ടർമാരുടെ പിഴവുകൾ വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ച വാർത്തയും കോഴിക്കോട് നിന്ന് തന്നെയാണ് ഉണ്ടായത്. വളരെ മോശമായ ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എനിക്ക് നീതി കിട്ടിയില്ല, എന്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു ബലഹീനത ഭരണ സംവിധാനത്തിന്റെ തന്നെയാണ്. ഒരു ഡോക്ടറെ അടുത്ത് രോഗി ചെല്ലുന്ന ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വളരെ ശക്തമായ ഒരു തിരുത്തൽ മനോഭാവം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. രോഗികളും അവരുടെ രക്ഷിതാക്കളുമായ ആളുകളും അവരുടെ കൂട്ടിയിരിപ്പുകാരുമായിട്ടുള്ള ആളുകളും ഡോക്ടർമാരും ആശുപത്രിയിലെ പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ പോലും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ശ്രദ്ധയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അനാഥമാകുന്ന ഒരവസ്ഥ പൊതുവെ നമ്മുടെ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ അനാഥാവസ്ഥ ഇത്തരം അപകടകരമായ ഒരു പ്രതികരണത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിധത്തിലേക്കാണ് നമ്മുടെ പ്രതികരണങ്ങൾ വളർന്നു വരുന്നതെങ്കിൽ അത് സൃഷ്ടിക്കപ്പെടുന്നത് സമൂഹത്തെ ആകെ ബാധിക്കുന്ന വിധത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ഒരു സംഭവം ഉണ്ടായിക്കഴിയുമ്പോൾ നടപടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടപടിയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ സർക്കാർ സിസ്റ്റം ശരിയല്ല, സിസ്റ്റത്തിന്റെ പിഴവാണ് എന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സിസ്റ്റം ഓരോ സംഭവത്തിൽ നിന്നും തിരുത്താനുള്ള അറിവുകൾ ഭരണകൂടങ്ങൾക്ക് വരെ കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരവസ്ഥ വരുമ്പോൾ അനാഥമായി തീരുന്നതാണ് സമൂഹത്തിന്റെ ഭാവി എന്നുള്ളതാണ്. ഇതിനെ തിരുത്താൻ തീർച്ചയായും ഗവൺമെന്റിനും നമ്മുടെ സമൂഹത്തിനാകെ തന്നെയും കഴിയേണ്ടതുണ്ട്. ആ ഒരു മനോഭാവത്തിലേക്ക് സമൂഹത്തെ നയിച്ച് മാറ്റിയെടുക്കേണ്ടത് സർക്കാരിന്റെ സംവിധാനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യമേഖലയിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലാണെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ
ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ പ്രാകൃതമായ ആക്രമണങ്ങൾ നടക്കുന്നത് ഒരിക്കലും വച്ചുപൊറുപ്പിക്കാനാകാത്ത പ്രവണതയാണ്. ഏറെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സർക്കാർ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ജീവൻ സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ ഇനിയും വീഴ്ചകൾ അനുവദിച്ചുകൂടാ. ആശുപത്രികളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്താതെ ഇനിയും നാം മുന്നോട്ടു പോയാൽ വലിയൊരു സാമൂഹ്യ ദുരന്തത്തിന് കൂട്ടുനിന്നവർ എന്ന അപമാനകരമായ അവസ്ഥയായിരിക്കും കാലം നമുക്കായി കാത്തുവെക്കുക എന്ന് ഓർമ്മ വേണം. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ. ആശയം നിർവഹണം സി. കൃഷ്ണകുമാർ. ശ്രദ്ധ.